വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ഒരു 6:45 ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ ഇത്. നല്ല മഞ്ഞും തണുപ്പൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ഒന്ന് ഉഷാറിൽ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ തലേദിവസമൊക്കെ മഴ ആയതുകൊണ്ട് മുറ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതാ മുറ്റടിക്കാൻ ഇറങ്ങിയാൽ പിന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞതും എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചായയൊക്കെ ആയപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാനൊരു ആഗ്രഹം കേട്ടോ. അല്ലാതെ ഞാനങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. നമ്മൾ കുട്ടികൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് അങ്ങനെ വെറുതെ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ ആയപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തൊന്ന് സിറ്റൗട്ടിൽ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല രസമാണല്ലോ. എനിക്കിവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ ഉഷാഖാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ആണ് ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാറ് കേട്ടോ. അപ്പോൾ ആ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ നല്ലൊരു സമാധാനം സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്കൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. നമുക്ക് പിന്നെ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയതിന് ശേഷം അതാ മക്കളെ ഓരോരുത്തരായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നുണ്ട്. പത്തുതാ ചായ കുടിക്കുകയാണ്. പിന്നെ അതാ ലാസ്റ്റ് അവളാണ് കേട്ടോ പോവുക. അപ്പോൾ അതാ അവളുടെ ബസ് വന്നിട്ടുണ്ട്. അതിലേക്ക് കയറ്റി കൊടുത്തിട്ട് അവളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഏട്ടത്തി വന്നിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞ് നമുക്കൊന്ന് പൂപ്പൊലിക്ക് പോയാലോ എന്ന്. ഇവിടെ അമ്പലവയലാണ് കേട്ടോ, വയനാട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. അങ്ങനെ അതാ ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നൗഷാക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ നൈറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. രാത്രി ആയാലും പകലിലായാലും ഒക്കെ അവിടെ പോകുന്നത്. അപ്പോൾ അവൾക്ക് എന്തോ കുട്ടിക്ക് സാധനങ്ങൾ എന്തോ വാങ്ങാണ്ട് പറഞ്ഞിട്ട് ഒന്ന് ഗ്രാൻഡ് ട്രഷർ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളിതാ ബസ്സിൽ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമാണല്ലോ. നല്ല രസമാണ് കേട്ടോ. കുട്ടികളൊന്നും ഇല്ലാതെ എങ്ങനെയും പോകുന്നതും ഒരു രസമാണ്. കുട്ടികളെ കൂടെ പോകുമ്പോൾ പിന്നെ അവരെ നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടൈം ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രം ഇങ്ങനെ പോയതാണ് കേട്ടോ. വെറുതെ പ്രതീക്ഷിക്കാതെ ഒരു പൂപ്പൊലിക്ക് പോകുന്ന സംഭവമാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല അന്നൊന്നും പോകാൻ വേണ്ടിയിട്ട്. വെറുതെ ഒന്ന് സംസാരത്തിൽ വന്നപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് തന്നെയുള്ള കാര്യം ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പൂക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊളുത്തിടുന്ന പോലത്തെ സംഭവമല്ലേ, അതിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ പിന്നെ കഴിഞ്ഞ വർഷം തന്നെ ഉള്ളതാണ്. പിന്നെ ഇവിടെ എപ്പം പോയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ഫിക്സ്ഡ് ആയിട്ട് ഉള്ള ചെടികളാണ് എല്ലാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അമ്പലവയൽ ഫാം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മുമ്പേ നമ്മൾ ചെടികൾ എവിടെയാണ് ഉള്ളത്, നമുക്ക് പാകത്തെ റേറ്റിന് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നമ്മൾ അമ്പലവയൽ ഫാമാണ് കേട്ടോ പറയുക. എല്ലാ തരം പിന്നെ ഫ്രൂട്ട്സിൻ്റെയും അല്ലാതെ ചെടികളായിട്ടും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ അവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, അവിടെ തന്നെ നിൽക്കാൻ തോന്നും ഒരു സ്ഥലത്ത് തന്നെ. പക്ഷെ നമുക്ക് ടൈം കുറവാണല്ലോ, കുട്ടികൾ വരികയും ചെയ്യില്ല, അപ്പോഴേക്കും തിരിച്ചു വരികയും വേണം. എന്തായാലും പൂക്കളെ കൊണ്ടും ചെടികളെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവാണ് കേട്ടോ. അപ്പോൾ ആ നടത്തത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഒരു സൈഡ് നോക്കി മറ്റേ സൈഡ് നോക്കി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോയ ഒരു പ്രതീതിയാണ് കേട്ടോ. റോസ് ഗാർഡനിലൊക്കെ പോയാൽ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് നോക്കി മറ്റേ സൈഡിലേക്ക് നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ രാത്രി പോയാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വേറൊരു ഭംഗി. പക്ഷേ പകൽ പോകുമ്പോഴാണ് നമുക്ക് പൂക്കളുടെയൊക്കെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഭംഗി കാണാൻ കഴിയുക കേട്ടോ. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറൊരു ഭംഗി. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയ അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും അവളും കുറേ സെൽഫി ഒക്കെ എടുത്തു കേട്ടോ.
കാരണം നമ്മൾ കുട്ടികളെ മാതിരിയാണ് പോകുന്നത്. കാരണം വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളെ മനസ്സിൽ. ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ നടക്കുന്നതും നല്ലതാണ് കേട്ടോ. നമുക്കിങ്ങനെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈമിൽ നമുക്ക് നടക്കാനൊക്കെ പറ്റും. ഒരാളെ സഹായം ഇല്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കഴിയുന്നതും നമ്മൾ പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോകുന്നത് തന്നെ ആയിരിക്കും കേട്ടോ രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത്. കാരണം പിന്നെ നമുക്ക് വേറെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാലോ. കാരണം വേറെ ചുറ്റുപാടുകളൊന്നുമില്ലല്ലോ. ഇത് കുട്ടികളെ കാണില്ല, അല്ലെങ്കിൽ ഓരോ കൈ കൊഴിയുന്ന് കാല് കൊഴിയുന്ന് പറഞ്ഞിട്ട് നമ്മളോട് എടുക്കാൻ പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ സത്യം പറഞ്ഞാൽ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെ കേട്ടോ നല്ലത്. നമ്മൾ പിന്നെ ഫാമിലീൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ വേറൊരു രസം കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും അനിയനും കുട്ടികളും വൈഫും ഉമ്മയും ഉപ്പയും പിന്നെ നാത്തൂനും മക്കളും അളിയനും അങ്ങനെ എല്ലാവരും കൂടിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത് വേറൊരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വിചാരിക്കാത്തൊരു പോക്കും കൂടി ആയപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവൾ എന്നെയൊക്കെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഇത് സെറ്റ് ചെയ്ത് വെച്ചത് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിശയം വരുന്നത്. അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാല് ഇത് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നമുക്ക് ആ ടൈമൊന്നും ആവുന്നത് നമ്മൾ അറിയുന്നില്ല. കാരണം ഓരോ സംഭവങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ ഒന്നും അറിയുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം പകുതിയോളായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തി. ഒരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ കുട്ടിക്ക് കളിക്കാനോ ആകാനൊക്കെ. പിന്നെ ഇതൊക്കെ ഇതാ പലതരം പക്ഷികളാണ് കേട്ടോ. നമുക്ക് കോഴികളുണ്ട്, താറാവുകളുണ്ട്, പ്രാവുകളുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആണ് കേട്ടോ. ഒരു പ്രത്യേക തരം കോഴികളൊക്കെ ആണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇതുവരെ കാണാത്ത ടൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പലതരം താറാവുകൾ എന്ന് പറയാൻ കാരണം അത്രയും വലിപ്പമുണ്ട് കേട്ടോ ആ താറാവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ പത്തുവിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. പത്തൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ അതിലൊക്കെ കയറി മറിയും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കോമ്പൗണ്ടാണ് കേട്ടോ ഇത്. പല എല്ലാ തരം സംഭവങ്ങളും ഉള്ള സ്റ്റാളുകളാണ് കേട്ടോ ഇപ്രാവശ്യം. കാരണം കഴിഞ്ഞ വർഷത്തേലും കൂടുതൽ സ്റ്റാളുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എക്സിബിഷൻ പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. തൊട്ട് മുമ്പ് കണ്ടത് എന്താ എണ്ണപ്പനങ്കുല എന്ന് പറഞ്ഞിട്ട് 53 കിലോ ഉള്ള ഒരു പനങ്കുലയാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പലതരം മണ്ണിനങ്ങളാണ്. നമ്മളെ കേരളത്തിലെ മണ്ണിനങ്ങളും നമ്മളെ വയനാട്ടിലെ പലതരം മണ്ണിനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കി നിന്ന് പഠിക്കാനും കാണാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിത്തുകളെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിലും പിന്നെ ഇതൊക്കെ പേപ്പർ കൊണ്ടും മുള കൊണ്ടും ഈർക്കിൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുന്ന് പയറിൻ്റെ തൈ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ 20 രൂപക്ക് 10 തൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ കുരങ്ങൊന്നും അങ്ങനെ വരില്ല. നമ്മളെ വീട്ടിൽ പച്ചക്കറിയൊന്നും അങ്ങനെ നട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല. അപ്പോൾ ചെടികളൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ ബസ്സിന് പോയതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഒക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചെടീൻ്റെ ചട്ടികളൊക്കെ. അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ പലതരം സ്ക്വാഷുകളാണ് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ, അവളെന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പല ഫ്ലേവറിലുള്ള പപ്പടങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉത്സവം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുന്നതും അങ്ങനെയൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ. ഇത് നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന തരം പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണ് കേട്ടോ. ചെടികളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അത്ര കുങ്കുമമാണ് കേട്ടോ ഇത്. പലതരം കുങ്കുമം അതിൻ്റെ ചെപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ടായിട്ടും അവിടെ ഈ പ്രാവശ്യം അധികം ഉണ്ട് കേട്ടോ. ആദ്യം 1-2 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ റൈഡുകളും ഉണ്ട്. പിന്നെ യന്ത്രൂഞ്ഞാലിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല.
എനിക്കത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഈ താറാവിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിൽ ഇത്താത്ത കയറിയിട്ട് നിർത്തടാ പറഞ്ഞിട്ട് നിർത്തിച്ചിട്ട് ഇറങ്ങി പോകുന്നതായിരുന്നു കേട്ടോ ഫ്ലവർ ഷോക്ക് പോയപ്പം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടേ ഇല്ല. പിന്നെ അതാ അതിൻ്റെ ഒരു എടുത്ത് പറയാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അത്. കുട വെച്ചിട്ട് അലങ്കരിച്ചത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ അതിൻ്റെ എൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം ഞങ്ങളിതാ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയപ്പോൾ ക്ഷീണം വന്നു. കാരണം രാത്രിയാകുമ്പോൾ നമുക്ക് നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖമാണ് നടക്കാൻ. പക്ഷെ പകൽ അതല്ലല്ലോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നതാ. നമ്മൾ ബസ്സിന് കയറി. അവളുടെ വീട്ടിലേക്ക് വേറെ ബസ്സിന് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ സൈഡ് സീറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ബസ്സിലുള്ള പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കണ്ട സ്ഥലങ്ങളാണെങ്കിലും വീണ്ടും പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് നോക്കിയിരുന്നോണ്ടാണ് കേട്ടോ ഞാൻ വരിക. അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.